ഹലോ ഫ്രണ്ട്സ്, അക്കൗണ്ടിംഗ് ഫോർ ബിഗിനേഴ്സ് എന്ന നമ്മുടെ വീഡിയോ സീരീസിലെ രണ്ടാമത്തെ പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസിനെ കുറിച്ചിട്ടാണ്. അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്താണ് ഒരു ലാംഗ്വേജിന്റെ പ്രത്യേകത? ഏത് ലാംഗ്വേജ് ആണെങ്കിലും നമുക്കത് ശരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ലാംഗ്വേജിന്റെ പർപ്പസ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ്. അപ്പൊ ഏത് ലാംഗ്വേജിന്റെയും പർപ്പസ് എന്ന് പറയുന്നത് കൃത്യമായിട്ടും വ്യക്തമായിട്ടും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മൾ ആരോടാണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അവരോട് കൃത്യമായിട്ട് നമുക്ക് സംവദിക്കാൻ പറ്റണം, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. അതാണല്ലോ ലാംഗ്വേജിന്റെ പർപ്പസ്. ഒരു ബിസിനസ് ലാംഗ്വേജ് ആവുന്ന സമയത്തും തീർച്ചയായിട്ടും നമുക്ക് എന്ത് വേണം? വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ പറയാൻ പറ്റണം, ബിസിനസിന്റെ കാര്യങ്ങൾ പറയാൻ പറ്റണം. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ലാംഗ്വേജിന് കുറെ റൂൾസും കണ്ടീഷൻസും, ഇപ്പോൾ ഗ്രാമർ അല്ലെങ്കിൽ ടെൻസ് ഒക്കെ ഉള്ള പോലെ തന്നെ എന്തിനുണ്ട്? ബിസിനസ് ലാംഗ്വേജിനും അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിനും കുറെ കണ്ടീഷൻസും പ്രിൻസിപ്പിൾസും ഒക്കെ അപ്ലിക്കബിൾ ആണ്. അതൊക്കെ വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? അക്കൗണ്ടിങ് നമുക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ഈ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഇല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? കാരണം നമുക്കറിയാം, അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്, അല്ലെങ്കിൽ ഒരു പ്യുവർ സയൻസ് അല്ല. കെമിസ്ട്രിയെ പോലെയോ അല്ലെങ്കിൽ ഫിസിക്സിനെ പോലെയോ ബയോളജിയെ പോലെയോ ഒന്നും പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു സയൻസ് അല്ല. പരീക്ഷണത്തിന് വിധേയമായി റിസൾട്ടുകൾ ഉണ്ടെങ്കിലും അക്കൗണ്ടിങ് എന്ന് പറയുന്നത് നമുക്കൊരു പരിധി വരെ ഒരു ആർട്ടായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. എന്താണ് ഈ ആർട്ടിന്റെ പ്രത്യേകത? ആർട്ട് എന്ന് പറയുന്നത് ആരാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ നമുക്കറിയാം ഒരു നാടകം അല്ലെങ്കിൽ ഒരു ബാലെ, അതല്ലെങ്കിൽ മിമിക്രി, ഇത് അല്ലെങ്കിൽ അഭിനയം അല്ലെ, ഇതൊക്കെ അല്ലെങ്കിൽ ഒരു ചിത്രം വരയ്ക്കുന്നത്, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ കഴിവിനനുസരിച്ചിരിക്കും. അയാൾക്ക് എത്രത്തോളം കൃത്യമായിട്ട് അത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അയാളുടെ ഭാവനയ്ക്ക് അനുസരിച്ചും അയാളുടെ ഇൻബോൺ സ്കില്ലിനനുസരിച്ചിട്ടും ഒക്കെയാണ് എന്തിരിക്കുക, ഒരു ആർട്ട് ഇരിക്കുക. അതുപോലെ തന്നെയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ചെയ്യുന്ന വ്യക്തികൾക്ക് അനുസരിച്ചാണ് അതിന്റെ റിസൾട്ട് ഇരിക്കുക. ഓരോ ആൾക്കാർ ചെയ്യുമ്പോഴും ഒരു പക്ഷേ റിസൾട്ടിൽ ചെറുതായിട്ടുള്ള വ്യത്യാസങ്ങൾ വരും. അപ്പൊ നമുക്ക് പ്രത്യേക നിയമങ്ങളും അതല്ലെങ്കിൽ ചട്ടക്കൂടുകളും ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? ഇതിനൊന്നും ഒരു ഏകീകരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഓരോരുത്തർ ആൾക്കാർ ചെയ്യുന്നതും ഓരോ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അക്കൗണ്ടിങ്ങിന്റെ ആ ഒരു നിലനിൽപ്പ് തന്നെ ഇല്ലാതെ അല്ലെ. അപ്പൊ അതിനാണ് നമുക്ക് എന്ത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന് കുറച്ച് നിയമങ്ങളും കുറച്ച് നമ്മൾ പിന്തുടർന്നു വരുന്ന സമ്പ്രദായങ്ങളും കൂടെ കൂട്ടി യോജിപ്പിച്ചിട്ടാണ് നമ്മൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. അതില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? ഓരോ ആൾക്കാരും ചെയ്യുന്ന റിസൾട്ട് ഓരോ പോലെ ആയിരിക്കും നമുക്ക് അക്കൗണ്ടിങ്ങിൽ കിട്ടുക. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരേ സ്ഥാപനത്തിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒരാൾ ചെയ്യുമ്പോൾ ഒരു പ്രോഫിറ്റ്, വേറൊരാൾ ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു പ്രോഫിറ്റ് ആണ് കിട്ടുക, മൂന്നാമത്തെ ആൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ലോസ് ആണ് കിട്ടുക. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് നിലനിൽപ്പില്ലാതെയായിരിക്കും, നമുക്കതിനെ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിട്ട് മാറും. അപ്പൊ അതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് നമ്മൾ ഉണ്ടാക്കിയത്. നമുക്ക് ഈ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെ രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. അതാണ് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സും അക്കൗണ്ടിങ് കൺവെൻഷൻസും. ഇങ്ങനെ രണ്ടായിട്ട് നമുക്ക് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെ നമുക്ക് തരംതിരിക്കാം. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് അസംഷൻസ് ഓർ കണ്ടീഷൻസ് അപ്പോൺ വിച്ച് ദ സയൻസ് ഓഫ് അക്കൗണ്ടിങ് ബേസ്ഡ്. അതാണ് നമുക്ക് ശരിക്കും അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതെന്താ ഉദ്ദേശിക്കുന്നത്? നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് അസംഷൻസ്, അതേപോലെ തന്നെ കുറച്ച് കണ്ടീഷൻസ്, അതിന്റെ മുകളിലാണ് എന്തിരിക്കുന്നത്? അക്കൗണ്ടിങ് എന്ന് പറയുന്ന ലാംഗ്വേജ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതാണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിന്റെ, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിലെ അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് എന്താണ്? അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സും അക്കൗണ്ടിങ് കൺവെൻഷൻസും കൂടിയതാണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് അക്കൗണ്ടിങ് കോൺസെപ്റ്റ് എന്ന് നോക്കാം. ഒന്നാമത്തെയാണ് സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റ്, രണ്ടാമത്തെ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്, മൂന്നാമത്തെ മണി മെഷർമെന്റ് കോൺസെപ്റ്റ്, നാലാമത്തെ കോസ്റ്റ് കോൺസെപ്റ്റ്, അഞ്ചാമത്തെ ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്, ആറാമത്തെ പീരിയോഡിസിറ്റി കോൺസെപ്റ്റ്, ഏഴാമത്തെ പീരിയോഡിക് മാച്ചിങ് ഓഫ് കോസ്റ്റ് ആൻഡ് റവന്യൂ കോൺസെപ്റ്റ്, എട്ടാമത്തെ റിയലൈസേഷൻ കോൺസെപ്റ്റ്. ഇങ്ങനെ മൊത്തം നമുക്ക് 8 കോൺസെപ്റ്റ് ആണ് നമുക്കുള്ളത്. അപ്പോൾ എന്താണ്
സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് നോക്കാം. സെപ്പറേറ്റ് എൻറ്റിറ്റി അപ്പോൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്, ഒരു ബിസിനസ്സിനെ നമ്മൾ സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് കാണണം. അതായത് ബിസിനസ് ചെയ്യുന്ന ആളും ബിസിനസ് സ്ഥാപനവും രണ്ടും രണ്ടായിട്ട് കാണണം അല്ലെ. അപ്പൊ എന്താ അതിന്റെ പ്രത്യേകത? ഇപ്പൊ നമ്മൾ ബിസിനസ്സിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പൊ ഓണർ എന്താ ചെയ്യുക? ഓണർ പൈസ കൊണ്ടുവന്നിട്ടല്ലേ ബിസിനസ് ചെയ്യുക. അപ്പൊ ഓണർ കൊണ്ടുവരുന്ന പൈസ ബിസിനസ്സിലേക്ക് കൊടുത്ത പോലെ വേണം നമ്മൾ കാണാൻ. അതേപോലെ തന്നെ ബിസിനസ് ആ ഓണർക്ക് പൈസ തിരിച്ചു കൊടുക്കാനുള്ള പോലെയും കാണിക്കണം. അങ്ങനെ ബിസിനസിന്റെ ഓണറുമായിട്ട് ഒരു ബന്ധം ഇല്ല. അതായത് ബന്ധമില്ല ഇൻ ദ സെൻസ് എങ്ങനെയാണ്, അവർ രണ്ടും ഒന്നല്ല, രണ്ടും രണ്ടായിട്ട് നമ്മൾ കാണണം. അങ്ങനെയാകുമ്പോൾ എന്താ പ്രത്യേകത? ബിസിനസ്സിന് കിട്ടുന്ന എന്ത് പൈസയും, ഓണർ അടുത്ത് കിട്ടുന്ന എന്ത് പൈസയും ഓണർക്ക് തിരിച്ചു കൊടുക്കാൻ ആര് ബാധ്യസ്ഥനാണ്? ബിസിനസ് ബാധ്യസ്ഥനാണ്. അപ്പൊ നമ്മൾ എന്ത് പറയും? അത് ബിസിനസ്സിലെ ഒരു ലയബിലിറ്റി ആയിട്ട് വേണം നമ്മൾ കാണാൻ അല്ലെ. തിരിച്ചു കൊടുക്കുക, നമ്മൾ ഫ്രണ്ട്സിന് പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കിട്ടില്ലേ, അല്ലെങ്കിൽ നമ്മൾ റിലേറ്റീവ്സിന് പൈസ കൊടുക്കുന്നത് കടമായിട്ടൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് തിരിച്ചു കിട്ടാനുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ബിസിനസ്സിന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ബിസിനസ് ഒരുപക്ഷെ പെട്ടെന്ന് തിരിച്ചു തരണമെന്നില്ല. ബിസിനസ് എന്നാണോ വൈൻഡ് അപ്പ് ചെയ്യുന്നത്, ആ വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് ആ പൈസ ബിസിനസ് ആർക്ക് തിരിച്ചു കൊടുക്കണം? ഈ ഓണർക്ക് തിരിച്ചു കൊടുക്കണം. ഈ കോൺസെപ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറയും. ഇനി ഈ ഓണർ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയ്ക്ക് നമ്മൾ പറഞ്ഞു, ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ എന്ന് പറയുന്നത് എന്താണ്? അതൊരു ലയബിലിറ്റിയാണ് അല്ലെങ്കിൽ ഒരു ബാധ്യതയാണ്. അപ്പം മറ്റുള്ള ബാധ്യതകളിൽ നിന്നും അതിനെ വേർതിരിച്ച് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന പേരാണ് ക്യാപിറ്റൽ എന്ന്. അപ്പം ഓണർ ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയെ നമ്മൾ ക്യാപിറ്റൽ എന്നും പറയും. അത് ബിസിനസ് എന്നാണോ വൈൻഡ് അപ്പ് ചെയ്യുന്നത് ആ സമയത്ത് ആ പൈസ ബിസിനസ് ഓണർക്ക് തിരിച്ചു കൊടുക്കണം. ഇങ്ങനെ കാണുന്ന ഈ കോൺസെപ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത കോൺസെപ്റ്റ് ആണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് ആ പേര് പറയുന്ന പോലെ തന്നെ എന്താണ്? തുടർന്നുകൊണ്ടേ പോയി ഇരിക്കുന്നത് അല്ലെ. ബിസിനസ് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്താണ് അതിന്റെ പ്രത്യേകത? നമ്മൾ നമ്മുടെ അസറ്റും നമ്മുടെ ലയബിലിറ്റിയും ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യും അല്ലെ. അക്കൗണ്ടിങ് ചെയ്യുന്നതിന് എന്തിനാണ്? നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അറിയാനും അതേപോലെ തന്നെ നമ്മുടെ അസറ്റ് എത്രയാണ്, നമ്മുടെ ലയബിലിറ്റി എത്രയാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നതും. അപ്പൊ അക്കൗണ്ടിങ്ങിൽ നമുക്ക് റെക്കോർഡ് ചെയ്യും, ക്ലാസിഫൈ ചെയ്യും ഒക്കെ ചെയ്തു വരുമ്പോൾ നമ്മൾ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? നമ്മളുടെ ബിസിനസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അത് ഇപ്പോഴൊന്നും നമ്മൾ അടച്ചു പൂട്ടേണ്ട ഒരു സാഹചര്യം നമ്മുടെ മുന്നിലില്ല, അല്ലെങ്കിൽ ആ ബിസിനസ് അവസാനിപ്പിക്കേണ്ട ഒരു സാഹചര്യം നമ്മുടെ മുന്നിലില്ല എന്നുള്ള പ്രതീക്ഷയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബിസിനസ് അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താ പ്രത്യേകത? ഇപ്പൊ നമ്മുടെ ബുക്കിൽ നമ്മൾ എന്ത് ചെയ്യും? അസറ്റ് കാണിക്കുന്നുണ്ട് അല്ലെ. ബിൽഡിങ്, ലാൻഡ്, കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഫർണിച്ചർ, ഇതൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് കാണിക്കുന്നത്? മാർക്കറ്റ് വാല്യൂ എന്നല്ല നമ്മൾ കാണിക്കുന്നത്. അത് നമ്മൾ കാണിക്കുന്നത് എന്താ? കോസ്റ്റ് വാല്യൂ. നമ്മൾ വാങ്ങിച്ച വാല്യൂ നമ്മൾ ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ അതിന്റെ തേയ്മാനം നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ചുള്ള അതിൽ വാല്യൂ വരുന്ന ഒരു കുറച്ചതിന് ശേഷം ബാക്കിയുള്ള എമൗണ്ട് ആണ് നമ്മളുടെ അസറ്റ് ആയിട്ട് നമ്മൾ കാണുന്നത്. അതാണ് ഈ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റിൽ പറയുന്നത്. ഇനി ബിസിനസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നില്ല, നമ്മൾ വളരെ പെട്ടെന്ന് ബിസിനസ് ക്ലോസ് ചെയ്യണം, നമുക്ക് അവസാനിപ്പിക്കേണ്ടി വരുമെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതൊക്കെ മാറ്റി എന്താണോ മാർക്കറ്റ് വാല്യൂ, ആ മാർക്കറ്റ് വാല്യൂവിൽ നമ്മൾ അസറ്റും ലയബിലിറ്റിയും ഒക്കെ കാണിക്കണം. ആ കോൺസെപ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനമായ ഒരു തത്വമാണ് അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്. കാരണം ഇതിന്റെ റീഡേഴ്സിന് മനസ്സിലാവണം ഈ ബിസിനസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് ആണ് എന്നുള്ളത്. അപ്പൊ ആ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിനെയാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഈ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു നമ്മുടെ ബിസിനസ് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളത് അല്ലെ, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ വെറുതെ ബിസിനസ് കണ്ടിന്യൂ ചെയ്താൽ മതിയോ? പോരാ. ബിസിനസ്സിൽ നമുക്ക് ഒരു ഓപ്പറേറ്റിംഗ് റിസൾട്ട് ഉണ്ടായിരിക്കണം. അപ്പൊ നമുക്ക് പറയുകയാണെങ്കിൽ സെയിൽ നടന്നുകൊണ്ടിരിക്കണം, അതിനനുബന്ധിച്ചിട്ടുള്ള എക്സ്പെൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കണം. ലാഭം നഷ്ടമല്ല പ്രശ്നം. പക്ഷെ എന്താണ്? ബിസിനസ് നടന്നുകൊണ്ടിരിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അവരുടെ ഒരു ഓപ്പറേഷൻ നടന്നുണ്ടായിരിക്കണം, ഒരു ഓപ്പറേറ്റിംഗ് റിസൾട്ട് നമുക്ക് ഉണ്ടായിരിക്കണം. അതായത് സെയിൽസ് നടക്കണം, പർച്ചേസ് നടക്കണം, മറ്റ് എക്സ്പെൻസുകളൊക്കെ ഇൻകർ ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷെ പ്രോഫിറ്റോ ലോസോ എന്നുള്ളതല്ല നമ്മൾ നോക്കുന്നത്.
അതേപോലെ തന്നെ മറ്റൊരു കാര്യം ഓർക്കേണ്ടത്, നമ്മൾ ഈ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിന് ആസ് എ ഹോൾ മൊത്തമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അല്ലാതെ ഒരു ബ്രാഞ്ച് അടച്ചു കൂട്ടേണ്ടി വരിക അല്ലെങ്കിൽ ഒരു ഡിവിഷൻ നമ്മൾ അടച്ചു കൂട്ടേണ്ടി വരിക ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, ബിസിനസ് കണ്ടിന്യൂയിങ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മനസ്സിലായല്ലോ? എപ്പോഴാണ് നമ്മൾ പറയാം, ആസ് എ ഹോൾ ഒരു ബിസിനസ് മുഴുവനായിട്ട് നമുക്ക് അടച്ചു കൂടേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ മാത്രമേ നമുക്ക് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് ഇല്ല എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാത്ത സമയത്ത് ഒരു ബ്രാഞ്ചോ ഒരു ഡിവിഷനോ ഒക്കെ നമ്മൾ അടച്ചു കൂട്ടുന്ന സമയത്ത് എന്ത് പറയില്ല, ഗോയിങ് കൺസേൺ കോൺസെപ്റ്റിനെ അഫക്റ്റ് ചെയ്തു അല്ലെങ്കിൽ ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്ന് നമ്മൾ പറയാൻ പറ്റില്ല. ഇനി എപ്പോഴൊക്കെയാണ് നമ്മൾ ഈ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റിനെ അഫക്റ്റ് ചെയ്യുന്ന സാഹചര്യം എന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെയാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. എന്താണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്? ഒരു ബിസിനസ്സിൽ ആ ബിസിനസിന്റെ ഓപ്പറേഷൻസ് നടത്തി അതിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് കൊണ്ട് നമ്മൾക്ക് അവിടുത്തെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരാം. അതായത് നമ്മൾ സെയിൽസ് ഒക്കെ നടത്തി നമുക്ക് കിട്ടിയ പൈസ കൊണ്ട് നമുക്ക് എംപ്ലോയീസിന് ശമ്പളം കൊടുക്കാനോ അല്ലെങ്കിൽ അവിടുത്തെ റെന്റ് കൊടുക്കാനോ പർച്ചേസിന് പൈസ കൊടുക്കാനോ ഒന്നും പറ്റാത്തൊരു സാഹചര്യം വരുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്, ലിക്വിഡിറ്റിനെ അഫക്റ്റ് ചെയ്യും. അതായത് നമ്മളുടെ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോയിൽ നിന്ന് നമുക്ക് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരാം. അതിനാണ് നമ്മൾ എന്ത് പറയാം, ലിക്വിഡിറ്റി ക്രൈസിസ് എന്ന് പറയാം. അപ്പൊ അങ്ങനെ ലിക്വിഡിറ്റി വന്നു കഴിഞ്ഞാൽ അതിനെന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് നമ്മുടെ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റിനെ അല്ലെങ്കിൽ ബിസിനസ് കണ്ടിന്യൂ ചെയ്തു പോകുന്നതിനെ അഫക്റ്റ് ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇത് എപ്പോഴെങ്കിലും ഒരു സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് അങ്ങനെ നമ്മൾ അതിനെ എടുക്കണോ, വേണ്ട. ഇത് ഏതെങ്കിലും ഒരു സമയത്തൊക്കെ നമുക്ക് കുറച്ച് സമയത്തേക്കൊക്കെ ഒരു പക്ഷേ നമുക്ക് ലിക്വിഡിറ്റി പ്രോബ്ലം വരും. പക്ഷെ അതുകൊണ്ട് നമ്മൾ ബിസിനസ് അടച്ചു കൂട്ടിക്കൊള്ളണമെന്നില്ല. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഷോർട്ട് ടേം ലോൺ എടുക്കുക അല്ലെങ്കിൽ ഓണർ തന്നെ കുറച്ച് പൈസ കൊണ്ടുവരിക, അതല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് പൈസ കടമായിട്ട് മേടിക്കുകയോ ഒക്കെ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഓവർകം ചെയ്യും. പക്ഷെ ഇത് കണ്ടിന്യൂ ചെയ്തു പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം, ആ ബിസിനസ്സിന് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റില്ല, അത് നിയർ ബൈ നമുക്ക് അടച്ചു പൂട്ടേണ്ടി വരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ലിക്വിഡിറ്റി ഇഷ്യൂ എന്ന് പറയുന്നത്. ഇത് ഒരു കാരണമാണ് എന്തിന്റെ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റിനെ അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ബിസിനസിന്റെ കണ്ടിന്യൂൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത്, ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത്തെ റീസൺ ആണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റിനെ അഫക്റ്റ് ചെയ്യുന്ന രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നതാണ് നമ്മളുടെ കീ മാനേജ്മെന്റിൽ വരുന്ന ചേഞ്ചസ്. അതായത് ചില ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആവാം അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന പൊസിഷനിൽ ഇരിക്കുന്ന മാനേജേഴ്സിൽ വരുന്ന ചേഞ്ച്. ഒരു പക്ഷെ അതെന്ത് സംഭവിക്കാം, നമ്മളുടെ ഗോയിങ് കൺസേണിനെ അഫക്റ്റ് ചെയ്യാം. കാരണം അവരുടെ പോളിസി അല്ലെങ്കിൽ അവരുടെ തീരുമാനങ്ങളൊക്കെ ചിലപ്പം ഈ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റിനെ അഫക്റ്റ് ചെയ്യുന്നതായിരിക്കാം. ഇതാണ് രണ്ടാമത്തെ റീസൺ. ഇനി ഗോയിങ് കൺസേൺ കോൺസെപ്റ്റിനെ അഫക്റ്റ് ചെയ്യുന്ന മൂന്നാമത്തെ സാഹചര്യം എന്ന് പറയുന്നത്, നമ്മളൊരു എന്താ പറയാ മൊണോപ്പൊളി പോലെ നമ്മളൊരു പ്രത്യേക സ്ഥാപനത്തിന് മാത്രം നമ്മൾ സർവീസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമാണ് അല്ലെങ്കിൽ ഒരു കസ്റ്റമറെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. നമ്മളുടെ കോൺട്രാക്റ്റും നമ്മളുടെ ബിസിനസ്സും ഒക്കെ ആ സ്ഥാപനമായിട്ട് മാത്രമാണ്. നമുക്ക് വേറൊരു സ്ഥാപനത്തിനെ കണ്ടുപിടിക്കാനോ ഒന്നും നമുക്ക് പറ്റില്ല. അങ്ങനത്തെ ഒരു ബിസിനസ്സാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ സ്ഥാപനം, അതായത് നമ്മുടെ കസ്റ്റമർ, അവർ അടച്ചു പൂട്ടി പോവുകയാണ് അല്ലെങ്കിൽ അവർ പെട്ടെന്ന് നമ്മളുടെ കോൺട്രാക്ട് വേണ്ട എന്ന് വെക്കുകയാണ്, നമ്മൾ എല്ലാ കോൺട്രാക്റ്റുകളും ക്യാൻസൽ ചെയ്യുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ അപ്പോഴും എന്ത് സംഭവിക്കും, നമ്മളുടെ ഈ ബിസിനസ് നമുക്ക് പൂട്ടി പോകേണ്ട ഒരു സാഹചര്യം വരും. ഇതാണ് മൂന്നാമത്തത്. ഇനി നമ്മൾ മൂന്നാമത് പറഞ്ഞ അതേപോലെ തന്നെ അതിന്റെ ഒരു ഓപ്പോസിറ്റ് ഒരു സാഹചര്യം ആലോചിച്ച് നോക്കൂ. നമ്മളുടെ മെയിൻ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മളുടെ ഒരു സപ്ലയർ ആണ്. ആ സപ്ലയർ തരുന്ന മെറ്റീരിയൽ അനുസരിച്ച് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മളുടെ ബിസിനസ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു പ്രത്യേക ബിസിനസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് ആ സപ്ലയർ നമ്മൾക്കുള്ള സപ്ലൈ മുടക്കുക അല്ലെങ്കിൽ അവരുടെ ബിസിനസ് അടച്ചു കൂട്ടുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവില്ല, നമുക്ക് പിന്നെ ഓർഡറുകളൊന്നും കിട്ടാനുണ്ടാവില്ല. അങ്ങനെ നമുക്ക് എന്ത് സംഭവിക്കും, നമ്മളുടെ ബിസിനസ് നമുക്ക് അടച്ചു കൂട്ടേണ്ടി വരും. ഇതാണ് നാലാമത്തെ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റിനെ അഫക്റ്റ് ചെയ്യുന്ന സാഹചര്യം എന്ന് പറയുന്നത്. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ ഗോയിങ് കൺസേൺ കൺസെപ്റ്റിനെ അഫക്റ്റ് ചെയ്യുന്ന അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രകൃതിക്ഷോഭമോ അല്ലെങ്കിൽ ഫയറോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ട് നമ്മളുടെ ബിസിനസ് മുഴുവൻ നശിച്ചു പോകും. നമ്മൾ കേട്ടിട്ടുണ്ടാവും സുനാമി വന്നു, അതല്ലെങ്കിൽ നമുക്ക് എർത്ത് വന്നു, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമ്മളുടെ ബിസിനസ് മുഴുവൻ നശിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തിരിച്ച് കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് നമ്മളുടെ ഗോയിങ് കൺസേണിനെ അഫക്റ്റ് ചെയ്യും എന്ന് നമ്മൾ പറയുന്ന വേറൊരു സാഹചര്യം, അതായത് അഞ്ചാമത്തെ സാഹചര്യം എന്ന് പറയുന്നത് എന്താണ്,
പ്രകൃതിക്ഷോഭം അല്ലെങ്കിൽ ഫയർ എന്നൊക്കെ സംഭവിച്ചിട്ട് നമ്മളുടെ ബിസിനസ് പൂട്ടിപ്പോകേണ്ട അവസ്ഥ. അടുത്ത സാഹചര്യം, അതായത് ആറാമത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഇപ്പൊ ഗവൺമെന്റ് നമുക്ക് നമ്മുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യുകയും അല്ലെങ്കിൽ ഗവൺമെന്റ് നിയമം മൂലം നമ്മളുടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിനെ നിരോധിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും? നമുക്ക് ആ ബിസിനസ്സായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. നമുക്ക് ഒരു സാഹചര്യം വന്നാൽ നമ്മൾ എന്ത് വേണം മനസ്സിലാക്കാൻ? നമ്മളുടെ ബിസിനസ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള ഒരു അസംഷനിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? നമ്മുടെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ. ഇതാണ് ആറാമത്തെ സാഹചര്യം എന്ന് പറയുന്നത്. ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ മറ്റ് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയുടെയോ ഇടപെടൽ മുഖാന്തരം നമ്മളുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യുകയും അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് നടത്താൻ നമുക്ക് പറ്റാത്ത സാഹചര്യം വരാം. ഇനി ഏഴാമത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, നമുക്ക് വലിയൊരു കേസ്, അതായത് കോടതിയിൽ നിന്ന് ഒരു കേസിന്റെ വിധി വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു എമൗണ്ട് അവിടെ കെട്ടിവെക്കേണ്ട അവസ്ഥ വരാം. അങ്ങനെ പെട്ടെന്ന് നമ്മൾ വലിയൊരു എമൗണ്ട് കോടതിയിൽ കെട്ടിവെക്കേണ്ടി വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മളുടെ ക്യാഷ് ഫ്ലോനെ അത് അഫക്റ്റ് ചെയ്യും, അല്ലെ? നമുക്ക് നമ്മുടെ ഡെയിലി കാര്യങ്ങളൊന്നും ഡേ ടു ഡേ ആയിട്ടുള്ള എക്സ്പെൻസ് മീറ്റ് ചെയ്യാനൊന്നും നമുക്ക് പറ്റാതെ ആവും. അപ്പൊ ആ സാഹചര്യം മുന്നിലുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? നമ്മുടെ ബിസിനസിന്റെ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റിനെ അത് അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഒരു പക്ഷേ ബിസിനസ് തുടർന്നു കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇനി നമുക്ക് മൂന്നാമത്തെ കോൺസെപ്റ്റ് നോക്കാം, അതായത് മണി മെഷർമെന്റ് കോൺസെപ്റ്റ്. നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, അക്കൗണ്ടിങ്ങിൽ നമ്മൾ എല്ലാതും മോണിറ്ററി ടേംസിലാണ് എടുക്കുക, അല്ലെ? അതല്ലാതെ ഉദാഹരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു എംപ്ലോയിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു പുതിയ മാനേജിംഗ് ഡയറക്ടർ വന്നാലോ അല്ലെങ്കിൽ ഒരു സിഇഒ വന്നാലോ ഇതൊക്കെ ഒരു ഇവന്റ് ആയിരിക്കാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യില്ല, അക്കൗണ്ടിങ്ങിൽ നമുക്ക് അതിന്റെ റെലവൻസ് ഒന്നുമില്ല. അക്കൗണ്ടിങ് റെക്കോർഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമുക്ക് അതിനെ മോണിറ്ററി ടേംസിൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പം മണി മെഷർമെന്റ് കോൺസെപ്റ്റ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഏത് ട്രാൻസാക്ഷൻ ആണോ നമുക്ക് പൈസയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പണത്തിന്റെ അടിസ്ഥാനത്തിൽ മോണിറ്ററി ടേംസിൽ നമുക്ക് ഇവാല്യൂ ചെയ്യാൻ പറ്റുന്നത്, അതിനെ മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് ഇത് മണി മെഷർമെന്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. നാലാമത്തെ കോൺസെപ്റ്റ് ആണ് കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. എന്താണ് ഈ കോസ്റ്റ് കോൺസെപ്റ്റ്? ഈ കോസ്റ്റ് കോൺസെപ്റ്റ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റുമായിട്ട് ഏറ്റവും അടുത്ത് ബന്ധമുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഇത് കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. എന്താണ് കോസ്റ്റ് കോൺസെപ്റ്റിൽ പറയുന്നത്? കോസ്റ്റ് കോൺസെപ്റ്റിൽ പറയുന്നത്, നമ്മളിപ്പം അസറ്റും അല്ലെങ്കിൽ ലയബിലിറ്റിയും അതല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫിക്സഡ് അസറ്റ്സ് ഉണ്ടായിരിക്കും, അല്ലെ? ലാൻഡ്, ബിൽഡിങ്, ഫർണിച്ചർ, കമ്പ്യൂട്ടർ, ഇങ്ങനെ കുറെ അസറ്റ്സ് നമുക്ക് ഉണ്ടായിരിക്കും. ഈ അസറ്റ്സിനെയൊക്കെ നമ്മൾ കോസ്റ്റ് ബേസിസിലാണ് നമ്മൾ വാല്യൂ ചെയ്യുന്നത്. അതായത് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ കാണുന്ന അസറ്റിന്റെ വില എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? കോസ്റ്റിലായിരിക്കും. എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ നമുക്ക് ഒരു അസറ്റിന്റെ വില, അപ്പൊ ഉദാഹരണത്തിന് എടുത്തോളൂ, നമ്മളൊരു ലാൻഡ് വാങ്ങിച്ചു. അപ്പൊ 2010 നമ്മൾ ഒരു ലാൻഡ് വാങ്ങിച്ചപ്പം നമുക്ക് അതിന് 10 ലക്ഷം രൂപയായി. ഇന്ന് നമുക്ക് 2020 ആകുമ്പോൾ നമുക്ക് ആ ലാൻഡിന്റെ വില ഒരു പക്ഷേ 10 ലക്ഷം എന്നുള്ളത് 50 ലക്ഷമോ 1 കോടിയോ ഒക്കെ മാർക്കറ്റിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മളുടെ ബുക്കിൽ നമ്മൾ എത്ര മാത്രമേ കാണിക്കുള്ളൂ? ഈ 10 ലക്ഷം മാത്രമേ കാണിക്കുള്ളൂ. അതായത് നമ്മൾക്ക് എന്താണോ നമ്മൾ കൊടുത്ത വാല്യൂ അത് മാത്രമേ നമ്മൾ എവിടെ കാണിക്കുള്ളൂ? നമ്മുടെ അസറ്റിന്റെ വാല്യൂ ആയിട്ട് നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത് കോസ്റ്റ് കോൺസെപ്റ്റിൽ പറയുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഓരോ സമയത്തും ഓരോ പീരിയഡിലും ഇപ്പൊ ലാൻഡ് ഒഴികെ ബാക്കിയൊക്കെ നമുക്ക് ഡിപ്രീസിയേഷൻ ഉണ്ടായിരിക്കും. ആ ഡിപ്രീസിയേഷൻ കുറച്ചിട്ടുള്ള വിലയാണ് ഇവിടെ കാണിക്കുക, ബാലൻസ് ഷീറ്റിനകത്ത് കാണിക്കുക. ഇതാണ് കോസ്റ്റ് കോൺസെപ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അഞ്ചാമത്തെ കോൺസെപ്റ്റ് ആണ് ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്. ഡ്യുവൽ ആസ്പെക്ട് എന്ന് പറയുമ്പോൾ എന്താണ്? രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അതാണ് ഡ്യുവൽ ആസ്പെക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്തൊരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാലും നമ്മളുടെ അക്കൗണ്ടിങ് പ്രകാരം നമുക്ക് രണ്ട് ആസ്പെക്ട് ഉണ്ടായിരിക്കും. അതിൽ ഒന്നാമത്തെ ആസ്പെക്ട് നമ്മൾ പറയുന്ന പേരാണ് ഡെബിറ്റ്, രണ്ടാമത്തെ ആസ്പെക്ട് ആണ് ക്രെഡിറ്റ്. അപ്പൊ എന്ത് ട്രാൻസാക്ഷനകത്ത് നിന്നും നമുക്ക് രണ്ട് കാര്യങ്ങൾ വേർതിരിച്ചെടുക്കാൻ പറ്റണം. ഒന്ന് ഡെബിറ്റ് എന്നും ഒന്ന് ക്രെഡിറ്റ് എന്നും. ഇത് രണ്ടും വേർതിരിച്ചെടുത്ത് റെക്കോർഡ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു ഉദാഹരണം നോക്കാം, എങ്ങനെയാണ് ഈ ഡ്യുവൽ ആസ്പെക്ട് കണ്ടുപിടിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ഒരു 1000 രൂപയ്ക്ക് സെയിൽ ചെയ്തു എന്ന് വെച്ചോളൂ. 1000 രൂപയ്ക്ക് സെയിൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അത് രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കണം. ഒന്നാമത്തെ കാര്യം നമുക്ക് ക്യാഷ് കിട്ടിയതാണ്, അപ്പോൾ അതാണ് ഒരു ആസ്പെക്ട്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? നമുക്ക് സെയിൽ നടന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഇനി വേറൊരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഫർണിച്ചർ വാങ്ങിച്ചു. അതിനകത്ത് എന്താ നമുക്ക് രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുക? ഒന്നെന്ന് പറയുന്നത് ഫർണിച്ചർ,
രണ്ടാമത്തെ ആസ്പെക്ട് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ക്യാഷ് ആയിട്ട് കൊടുത്തു. അപ്പൊ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യുവൽ ആസ്പെക്ട് പ്രകാരം ഓരോ ഡെബിറ്റിനും ഈക്വലന്റ് ആയിട്ട് നമുക്ക് എന്തുണ്ടായിരിക്കും, ഒരു ക്രെഡിറ്റ് ഉണ്ടായിരിക്കും. സോ 1 ഡെബിറ്റ് ഈസ് ഈക്വൽ ടു 1 ക്രെഡിറ്റ്. അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഡെബിറ്റും ക്രെഡിറ്റും വെച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത കോൺസെപ്റ്റ് ആണ് അക്കൗണ്ടിംഗ് പീരിയഡ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അക്കൗണ്ടിംഗ് പീരിയഡ് കോൺസെപ്റ്റിനകത്ത് എന്താണ് പറയുന്നത് നോക്കാം. അപ്പൊ നമുക്കറിയാം ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നതാണ് അല്ലേ. എല്ലാ ദിവസവും നമ്മൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കും, നമുക്ക് സെയിൽ നടന്നുകൊണ്ടിരിക്കും, പർച്ചേസ് നടന്നുകൊണ്ടിരിക്കും, മറ്റ് എക്സ്പെൻസുകളൊക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇതിങ്ങനെ പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണ് നമുക്ക് ഇതിന്റെ ഒരു ലാഭമാണോ നഷ്ടമാണോ നമ്മൾ എങ്ങനെ കണക്കാക്കുക? എല്ലാ ദിവസവും നമുക്ക് ബിസിനസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അക്കൗണ്ടിംഗ് പീരിയഡ് കോൺസെപ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ബിസിനസ്സിനെ ഓരോ പീരിയഡ് ആയിട്ട് വേർതിരിക്കണം. ഇപ്പൊ പീരിയഡ് എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ 1 മാസം ആവാം, വേണമെങ്കിൽ 2 മാസം ആവാം, അല്ലെങ്കിൽ 6 മാസം ആവാം, 1 വർഷം ആവാം. അങ്ങനെ നമുക്ക് ഓരോ രീതിയിൽ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്ക് എന്താണോ അതിന്റെ ആവശ്യം അതിനനുസരിച്ച് നമുക്ക് ഇതിനൊരു പീരിയഡ് ആയിട്ട് കാണാൻ പറ്റണം. അപ്പൊ നോർമലി നമ്മൾ ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക, 1 വർഷമാണ് നമ്മളുടെ ഒരു പീരിയഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇന്ത്യയിലെ നിയമങ്ങളൊക്കെ അനുസരിച്ച് ഇൻകം ടാക്സ് പ്രകാരമൊക്കെ നമ്മൾ എങ്ങനെ 1 വർഷം എന്ന് പറയുന്നത് ഏപ്രിൽ തൊട്ടിട്ട് മാർച്ച് വരെയുള്ള 12 മാസത്തെയാണ് നമ്മൾ ഒരു പീരിയഡ് എന്ന് പറയുന്നത്. എന്നിട്ട് ആ പീരിയഡിന്റെ അവസാനം മാർച്ച് 31 വരെയുള്ളത് വെച്ച് നമ്മൾ എന്ത് ചെയ്യും, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നോക്കും. ആ മാർച്ച് 31 നമുക്കുള്ള അസറ്റ് എന്താണ്, ലയബിലിറ്റി എന്താണ് എന്ന് നോക്കും. ഈ കോൺസെപ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അക്കൗണ്ടിംഗ് പീരിയഡ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ പീരിയോഡിസിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ബിസിനസ്സിനെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ബിസിനസ്സിനെ ഇടയ്ക്ക് ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യാം, എന്താണ് ഇതിന്റെ റിസൾട്ട്, ഒരു ഓപ്പറേഷൻ റിസൾട്ട് എന്താണ് എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഈ കോൺസെപ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 7ാമത്തെ കോൺസെപ്റ്റ് ആണ് പീരിയോഡിക് മാച്ചിങ് ഓഫ് കോസ്റ്റ് ആൻഡ് റവന്യൂ കോൺസെപ്റ്റ്. നമ്മൾ നേരത്തെ പീരിയോഡിസിറ്റി കോൺസെപ്റ്റ് നോക്കി അല്ലെ. അപ്പൊ അതിനകത്ത് പറയുന്ന പോലെ തന്നെ നമ്മളൊരു പീരിയഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അക്കൗണ്ടിങ്ങിന് തിരിക്കണം. അങ്ങനെ തിരിക്കുന്ന സമയത്ത് ഈ മാച്ചിങ് ഓഫ് കോസ്റ്റ് ആൻഡ് റവന്യൂ കോൺസെപ്റ്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു പീരിയഡിൽ ഉണ്ടാവുന്ന റവന്യൂ, ആ റവന്യൂവിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കോസ്റ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത്. മാച്ചിങ് ഓഫ് കോസ്റ്റ് ആൻഡ് റവന്യൂ കോൺസെപ്റ്റിൽ പറയുന്നത്. അതായത് ഒരു പീരിയഡിലുള്ള റവന്യൂ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ റവന്യൂ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ സെയിൽ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണോ കോസ്റ്റ് ഇൻകർ ചെയ്തത് അത് തമ്മിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, മാച്ച് ചെയ്യാൻ പാടുള്ളൂ. അത് മാച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒന്നുകിൽ പ്രോഫിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ലോസ് ആയിരിക്കും. അപ്പൊ നമ്മൾ എങ്ങനെ മനസ്സിലാക്കേണ്ടത്, ഒരു പ്രത്യേക പീരിയഡിന്റെ സെയിൽ എടുത്തു കഴിഞ്ഞാൽ ആ സെയിൽ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഉണ്ടായിരിക്കുന്ന എക്സ്പെൻസുകൾ അല്ലെങ്കിൽ കോസ്റ്റിന് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മൾ കമ്പയർ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, മാച്ച് ചെയ്യാൻ പാടുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത് പീരിയോഡിക് മാച്ചിങ് ഓഫ് കോസ്റ്റ് ആൻഡ് റവന്യൂ കോൺസെപ്റ്റിൽ പറയുന്നത്. നമുക്ക് അതിനൊരു ഉദാഹരണം നോക്കാം. അപ്പൊ നമുക്ക് ബിസിനസ്സിൽ നമ്മൾ ഇൻഷുറൻസ് എടുക്കും അല്ലെ. ഇൻഷുറൻസ് എടുക്കുന്നത് നമുക്ക് മിക്കവാറും 12 മാസത്തേക്കുള്ള ഇൻഷുറൻസ് ആണ് നമ്മൾ എടുക്കുക. അതേപോലെ തന്നെ നമ്മളുടെ അക്കൗണ്ട്സ് നമ്മൾ ഏപ്രിൽ മുതൽ മാർച്ച് വരെയുള്ള അക്കൗണ്ട്സ് ആണ് നമ്മൾ ഒരു പീരീഡ് ആയിട്ട് കണക്കാക്കുന്നത് എന്ന് വിചാരിച്ചോ. അപ്പൊ നമ്മളുടെ അക്കൗണ്ട്സ് നമ്മൾ മാർച്ചിൽ ക്ലോസ് ചെയ്യണം. 31 മാർച്ചിൽ നമ്മൾ അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യും. നമുക്ക് ജാനുവരി മാസത്തിൽ നമ്മൾ ഒരു ഇൻഷുറൻസ് അടച്ചു. ജാനുവരി മാസത്തിൽ അടച്ചാൽ അടുത്ത വർഷം ഡിസംബർ അല്ലെങ്കിൽ അടുത്ത ഡിസംബർ വരെ നമുക്ക് എന്തുണ്ട്, ആ ഇൻഷുറൻസിന്റെ വാലിഡിറ്റി ഉണ്ട്. മാർച്ചിലാണ് നമ്മൾ അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഒരു പീരീഡ് എടുക്കുമ്പോൾ നമ്മൾ എങ്ങനെ എടുക്കാം, 1 ഏപ്രിൽ തൊട്ടിട്ട് 31 മാർച്ച് വരെ അല്ലെ. അപ്പൊ 1 ഏപ്രിൽ തൊട്ടിട്ട് 31 മാർച്ച് വരെയുള്ള സെയിൽസ് എടുത്ത് അതിന്റെ കോസ്റ്റ് ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇൻഷുറൻസിന്റെ കോസ്റ്റ് നമ്മൾ എങ്ങനെ എടുക്കും, ഇൻഷുറൻസ് നമുക്ക് ഈ പീരീഡിൽ എത്ര മാത്രമേ വന്നിട്ടുള്ളൂ, 3 മാസത്തേക്ക് മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ പീരീഡിന്റെ സെയിൽസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കുണ്ടായ കോസ്റ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ 3 മാസത്തെ പ്രീമിയത്തിന്റെ പൈസ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഇൻഷുറൻസിന് കൊടുത്തത് 12,000 ആണെന്ന് വെച്ചോളൂ. ഒരു വർഷത്തേക്ക് കൊടുത്ത പ്രീമിയം 12,000 ആണ്. അപ്പൊ 3 മാസത്തെ കോസ്റ്റ് എത്രയായിരിക്കും, 3,000 ആയിട്ട് നമ്മൾ എടുക്കണം.
മനസ്സിലായോ? ഇതാണ് നമ്മുടെ പീരിയോഡിക് മാച്ചിങ് ഓഫ് കോസ്റ്റ് ആൻഡ് റവന്യൂ കോൺസെപ്റ്റിൽ പറയുന്നത്. അവസാനത്തെ കോൺസെപ്റ്റ് ആണ് റിയലൈസേഷൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. റിയലൈസേഷൻ കോൺസെപ്റ്റിൽ പറയുന്നത് നമ്മുടെ സെയിലായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇൻകമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് റിയലൈസേഷൻ കോൺസെപ്റ്റ് പറയുന്നത്. അതായത് എപ്പോഴാണ് നമ്മൾ ഇൻകം റിയലൈസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ സെയിൽ അല്ലെങ്കിൽ റവന്യൂ നമ്മൾ റിയലൈസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് റിയലൈസേഷൻ കോൺസെപ്റ്റിൽ പറയുന്നത്. അതായത് നമുക്ക് എപ്പോഴാണോ അതിനുള്ള റൈറ്റ് ഉണ്ടാവുന്നത് ആ സമയത്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അതിനെ റിയലൈസ് ചെയ്യാൻ. അതായത് സെയില് നമ്മൾ അല്ലെങ്കിൽ ഇൻകം റിയലൈസ് ചെയ്യുന്ന സമയത്ത് അതൊരിക്കലും നമ്മളെ ക്യാഷ് ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടാവരുത്. അപ്പൊ ക്യാഷ് കിട്ടുന്നതും അല്ലെങ്കിൽ ക്യാഷ് എപ്പോഴാണോ നമ്മളെ കയ്യിലേക്ക് വരുന്നത് ആ സമയം നോക്കിയിട്ടല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്, റിയലൈസ് ചെയ്യേണ്ടത്. എപ്പോഴാണോ നമുക്ക് ആ ഇൻകം കിട്ടാൻ നമുക്ക് റൈറ്റ് ഉണ്ടാവുന്നത് അതിനെ ബന്ധപ്പെടുത്തിയിട്ട് വേണം നമ്മൾ നമ്മളെ ബുക്കിൽ നമ്മൾ സെയിൽ റെക്കോർഡ് ചെയ്യാൻ. ഈ പറയുന്നത് കോൺസെപ്റ്റാണ് എന്ത്, റിയലൈസേഷൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിന്റെ രണ്ടാമത്തെ ഭാഗമാണ് എന്ത്, അക്കൗണ്ടിങ് കൺവെൻഷൻസ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് കൺവെൻഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ അക്കൗണ്ടൻസ് പാരമ്പര്യമായിട്ട് പിന്തുടർന്നു വരുന്ന ഒരു സമ്പ്രദായം, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, അക്കൗണ്ടിങ് കൺവെൻഷൻസ് എന്ന് പറയുന്നത്. 4 അക്കൗണ്ടിങ് കൺവെൻഷൻസ് ആണ് നമുക്കുള്ളത്. അതിൽ ഒന്നാമത്തെയാണ് കൺസർവേറ്റിസം, രണ്ടാമത്തെയാണ് ഫുൾ ഡിസ്ക്ലോഷർ, മൂന്നാമത്തെ കൺസിസ്റ്റൻസി, നാലാമത്തെ മെറ്റീരിയാലിറ്റി. പിന്നെ നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. ആദ്യത്തെ കൺവെൻഷൻ എന്ന് പറയുന്നത് എന്താണ്, കൺസർവേറ്റിസം. കൺസർവേറ്റിസം എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടിങ് കൺവെൻഷൻ ആണ്. അതിൽ പറയുന്നത് ആന്റിസിപ്പേറ്റ് ഫോർ നോ പ്രോഫിറ്റ് ബട്ട് പ്രൊവൈഡ് ഫോർ ആൾ ലോസസ് എന്നാണ്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മളൊരു ബിസിനസ് നടത്തുന്ന സമയത്ത് നമുക്ക് വരും എന്ന്, അതിൽ ഭാവിയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന എല്ലാ ലാഭങ്ങളും ഒന്നും നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ അക്കൗണ്ട് ചെയ്യരുത്. കാരണം ആ ലാഭം ഒരു പക്ഷേ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. പക്ഷെ എന്താ പറയേണ്ടത്, നമുക്ക് ഭാവിയിൽ വരും എന്ന് പ്രതീക്ഷിക്കുന്ന എല്ലാ ലോസും നമ്മൾ എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഇതാണ് ഈ കോൺസെപ്റ്റിൽ പറയുന്നത്, ഈ കൺവെൻഷനിൽ പറയുന്നത്. അതിന്റെ കാരണം എന്താ, പണ്ട് ഈ അക്കൗണ്ടൻസ് നമ്മൾ വരാൻ പോകുന്ന ലാഭങ്ങളെയും കൂടെ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തപ്പം അത് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള റിസൾട്ടാണ് ഉണ്ടായത്. കാരണം എന്താ, നമുക്ക് പ്രോഫിറ്റ് കൂടുന്ന സമയത്ത് നമ്മൾ ആൾക്കാർക്ക് കൂടുതൽ ഡിവിഡൻഡും മറ്റ് ബോണസും ഒക്കെ കൊടുക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും, ഈ പ്രോഫിറ്റ് നമുക്ക് പ്രതീക്ഷിച്ചത്ര ഉണ്ടായിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മുടെ ബിസിനസ്സിന് വളരെ മോശമായിട്ട് അത് ബാധിക്കും, നമ്മുടെ ക്യാഷ് ഫ്ലോയിലേക്ക് നമുക്കത് ബാധിക്കും. അതുകൊണ്ടാണ് അക്കൗണ്ടൻസ് പുതിയൊരു സമ്പ്രദായത്തിലേക്ക് പോയത്. എന്താണത്, നമുക്ക് പ്രോഫിറ്റ് ഒന്നും നമുക്ക് ഇപ്പൊ അക്കൗണ്ട് ചെയ്യണ്ട, അത് നമുക്ക് എപ്പോഴാണോ ഉണ്ടാകുന്നത് ആ സമയത്ത് മാത്രം, അല്ലെങ്കിൽ റിയലൈസ് ചെയ്യുന്നത് ആ സമയത്ത് മാത്രം നമുക്കത് അക്കൗണ്ട് ചെയ്യാം. പക്ഷെ നമുക്ക് വരും എന്ന് പ്രതീക്ഷിക്കുന്ന ലോസുകൾ നമുക്ക് എന്ത് ചെയ്യാം, അത് നമുക്ക് അക്കൗണ്ട് ചെയ്യാം, റെക്കോർഡ് ചെയ്യാം എന്നുള്ള കൺവെൻഷനാണ് എന്ത്, കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം എന്ന് പറയുന്നത്. അടുത്ത ഒരു പ്രധാനപ്പെട്ട കൺവെൻഷനാണ് ഫുൾ ഡിസ്ക്ലോഷർ എന്ന് പറയുന്നത്. ഫുൾ ഡിസ്ക്ലോഷർ ആ പേര് പറയുന്ന പോലെ തന്നെ നമ്മൾ അക്കൗണ്ട് റെക്കോർഡ് ചെയ്ത് അതിനെ ക്ലാസിഫൈ ചെയ്ത് സമ്മറൈസ് ഒക്കെ ചെയ്ത് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത് വരെ നമ്മൾക്ക് ഉണ്ടായിരിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണോ അതിനായിട്ട് ബന്ധപ്പെടുത്തി എന്തൊക്കെയാണോ നമ്മൾക്ക് പറയാനുള്ളത് ആ കാര്യങ്ങൾ മുഴുവൻ നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്ക്ലോസ് ചെയ്യണം. അതൊരു പക്ഷേ എന്തായിരിക്കില്ല, മുഴുവനായിട്ട് മോണിറ്ററി ടേംസുകളായിരിക്കില്ല. ചിലപ്പോൾ ചില ഡിസിഷൻസ് ആയിരിക്കാം, ചിലപ്പോൾ ചില പോളിസിയിൽ വന്ന ചേഞ്ചസ് ആയിരിക്കാം. ഇങ്ങനെ വരുന്ന എല്ലാ കാര്യങ്ങളും അക്കൗണ്ടിങ് നോട്ട്സിലൂടെയോ അല്ലെങ്കിൽ മറ്റ് റിപ്പോർട്ടിലൂടെയോ നമ്മൾ എന്ത് ചെയ്യണം, മുഴുവനായിട്ടും നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം. ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് വായിക്കുന്ന സമയത്ത് അതിന്റെ റീഡർക്ക് ഇത് രണ്ടും കൂട്ടി വായിച്ച്, അതായത് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും നമ്മൾ പറയുന്ന മറ്റ് ഡീറ്റെയിൽസും കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ള ഒരു ചിത്രം ആർക്ക് കിട്ടണം, ഇതിന്റെ റീഡേഴ്സിന് അല്ലെങ്കിൽ ഇതിന്റെ യൂസേഴ്സിന് കിട്ടണം. അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫുൾ ഡിസ്ക്ലോഷർ എന്ന് പറയുന്ന സമ്പ്രദായം നമ്മൾ പിന്തുടരുന്നത്. മൂന്നാമത്തെ കൺവെൻഷനാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പൊ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസിസ്റ്റന്റ് ആയിരിക്കണം. എന്തിനാണ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ കൺസിസ്റ്റന്റ് ആയിരിക്കണം. അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, കൺസിസ്റ്റൻസി എന്ന് പറയുന്ന കൺവെൻഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മെത്തേഡിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചോളൂ, അത് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യണം. ഇതാണ് ഈ കൺവെൻഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ
ഇപ്പോൾ നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യാൻ ശരിക്കും നമുക്ക് കോസ്റ്റ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ്, ഈ ഒരു പ്രിൻസിപ്പിളിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ നമ്മൾ കണക്കാക്കേണ്ടത്. എന്താ ക്ലോസിംഗ് സ്റ്റോക്ക്? നമ്മളുടെ വാങ്ങിച്ച ഗൂഡ്സ് നമുക്ക് വർഷാവസാനം അല്ലെങ്കിൽ നമ്മളൊരു പീരീഡ് കണക്കാക്കുന്ന സമയത്ത് ആ പീരീഡിന്റെ അവസാനം നമുക്ക് വിൽക്കാൻ പറ്റാതെ നമ്മളുടെ കയ്യിലിരിക്കുന്ന ആ ഗൂഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റോക്ക്. അതായത് ക്ലോസ് ചെയ്യുന്ന സമയത്തുള്ള സ്റ്റോക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ആ ക്ലോസിംഗ് സ്റ്റോക്കിന് നമുക്കൊരു വാല്യൂ കാണണം. ആ വാല്യൂ എന്ന് പറയുന്നത് ഒന്നുകിൽ കോസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ്. ഇതിൽ ഏതാണോ ചെറുത് ഇതാണ് എടുക്കേണ്ടത്. ഇതാണ് നമ്മൾ ഫോളോ ചെയ്തു വരുന്ന ഒരു റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ അതെടുത്തിട്ടായിരിക്കണം നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ പിന്തുടർന്ന് വരുന്ന സമയത്ത് ഇതിൽ നമ്മൾ എന്തെങ്കിലും മാറ്റം വരുത്തുകയാണെങ്കിൽ അത് കൺസിസ്റ്റൻസിനെ ബാധിക്കും. അപ്പൊ നമ്മൾ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യണം. ഇനി കുറച്ചും കൂടെ നല്ലൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പൊ ഡിപ്രീസിയേഷൻ നമുക്ക് ഒന്നുകിൽ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂ നമുക്ക് മെത്തേഡ് പ്രിപ്പയർ ചെയ്യാം. എന്താ ഈ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അസറ്റ് എത്ര വർഷം ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് നോക്കും, അതിനനുസരിച്ചിട്ട് അതിന്റെ ഡിപ്രീസിയേഷൻ കാണും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഒരു അസറ്റിന്റെ വില 1 ലക്ഷം രൂപയാണ്, അതിന്റെ ലൈഫ് എന്ന് പറയുന്നത് 10 വർഷമാണ്. അപ്പോൾ ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് എന്താണ്, 10,000 രൂപ. അപ്പോൾ ഓരോ വർഷം കഴിയുമ്പോഴും നമ്മളുടെ അസറ്റിന്റെ വിലയെ നമ്മൾ 10,000 എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കും. ഇനി വേറൊരു മെത്തേഡാണ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. അത് നമ്മൾ എന്താ ചെയ്യുക, ഒരു പ്രത്യേക പെർസെൻറ്റേജ് വെച്ചിട്ട്, ഇപ്പോൾ 10%ഓ 20%ഓ വെച്ച് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അസറ്റിന്റെ വിലയിൽ നിന്ന് കുറച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ 1 ലക്ഷം ആണെങ്കിൽ നമുക്ക് 20% ഡിപ്രീസിയേഷൻ റേറ്റ് എന്ന് വെച്ചോളൂ. ഓരോ വർഷം നമ്മൾ എന്ത് ചെയ്യും, 20% നമ്മൾ ഡിപ്രീസിയേഷൻ കുറച്ച് ബാക്കി മാത്രമേ നമ്മളുടെ ബാലൻസ് ഷീറ്റിൽ അസറ്റിന്റെ വാല്യൂ ആയിട്ട് കാണിക്കുള്ളൂ. ഈ 2 മെത്തേഡാണെന്ന് വെച്ചോളൂ. ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യണം. ഇതാണ് ഇവിടെ പറയുന്നത് കൺസിസ്റ്റൻസിയിൽ പറയുന്നത്. അപ്പൊ എന്താ കൺസിസ്റ്റൻസിയിൽ പറയുന്നത്, നമ്മൾ എന്തെങ്കിലും ഒരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് കൃത്യമായി കൺസിസ്റ്റന്റ് ആയി എല്ലാ വർഷവും നമ്മൾ ഫോളോ ചെയ്യണം. അതിൽ നിന്ന് പ്രത്യേകിച്ചൊരു കാരണവുമില്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, മാറാൻ പാടില്ല. ഇതാണ് കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അടുത്ത കൺവെൻഷനാണ് മെറ്റീരിയാലിറ്റി എന്ന് പറയുന്നത്. ആ മെറ്റീരിയാലിറ്റി എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട്, നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, അക്കൗണ്ടിങ്ങിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുള്ളൂ. എല്ലാ കാര്യങ്ങളും നമ്മൾ എടുത്തോളണമെന്നില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു 1000 കോടി രൂപയുടെയൊക്കെ ടേൺ ഓവറുള്ള ബിസിനസ്സിൽ നമുക്ക് പൈസയ്ക്ക് 0.60 പൈസ 0.25 എന്നൊക്കെ പറയുന്നത് അത്ര വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ല അല്ലേ. ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് എന്ത് ബാധിക്കില്ല, ഈ പൈസയൊന്നും നമുക്ക് ഒരു ഇൻഫ്ലുവൻസ് ചെയ്യില്ല. അപ്പൊ അതാണ് മെറ്റീരിയാലിറ്റി കൺവെൻഷനിൽ പറയുന്നത്. കോൺസെപ്റ്റ് അല്ല, കൺവെൻഷനിൽ പറയുന്നത്. മെറ്റീരിയാലിറ്റി കൺവെൻഷനിൽ എന്താണ് പറയുന്നത്, നമുക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഈ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാത്ത കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളിക്കേണ്ട കാര്യമില്ല. അതിനൊരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ഒരുപാട് കോടിക്കണക്കിന് രൂപയുടെ ട്രാൻസാക്ഷൻ നടക്കുന്ന ഒരു സ്ഥാപനത്തിൽ നമുക്ക് 50 പൈസ 25 പൈസ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ അല്ല, അവരുടെ ഡിസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളല്ല. മനസ്സിലായോ? ഇതാണ് മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് കൊണ്ട് അല്ലെങ്കിൽ മെറ്റീരിയാലിറ്റി കൺവെൻഷനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പാർട്ടിൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെ കുറിച്ചിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഇനി നമുക്ക് തുടർന്ന് വരുന്ന വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.